നമുക്ക് നമ്മുടെ ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഈശോ ഏറ്റവും കരുതലോടെ സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ജീവിക്കുന്നവനായിട്ട് കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ദൈവിക ഇടപെടലിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രവർത്തന മേഖലയെല്ലാം കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാം. ഈശോ എഴുന്നള്ളിച്ച് വെച്ച ഉടനെ തന്നെ നമുക്ക് കരുണക്കൊന്തയേന്തി ദൈവകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിളി കേൾക്കുന്ന ദൈവം, നിന്റെ വേദന അറിയുന്ന ദൈവം, നീ കരഞ്ഞാൽ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, നിന്നെ മാറോടു ചേർക്കുന്ന ദൈവം, അവനാഗതനാകുന്ന നിമിഷം, നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, നിന്റെ വേദന അറിയുന്ന ദൈവം, നീ കരഞ്ഞാൽ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, നിന്നെ മാറോടു ചേർക്കുന്ന ദൈവം, അവനാഗതനാകുന്ന നിമിഷം. ആരാധന 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 നാഥ ആരാധന, ആരാധന 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 നാഥ ആരാധന, ആരാധന 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 നാഥ. കരങ്ങളുയർത്തി ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ 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 നമ്മളെ മുഴുവനായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തപസ് നിയോഗ ആരാധനയിലേക്ക് അനേകര് തങ്ങളുടെ വേദനകള്, ദുഃഖങ്ങള് പങ്കുവച്ചിട്ടുണ്ട്. ഓരോ കുടുംബത്തിൻ്റെയും നേർന്ന പ്രശ്നങ്ങള് ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോ നമ്മുടെ നൊമ്പരങ്ങള്, നമ്മുടെ വേദനകള്, നമ്മുടെ ദുഃഖങ്ങള് ഏറ്റെടുക്കുവാൻ യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുക മാത്രമല്ല, അവിടുന്ന് ഇതാ നമ്മളോട് വസിക്കുന്നു. നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുവാൻ, നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുവാൻ, നമ്മുടെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുവാൻ ഇതാ നമ്മുടെ ഈശോ നമ്മോട് കൂടെ. ഈ തപസ് നിയോഗ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ ആവശ്യങ്ങളെയും, നമ്മുടെ നിയോഗങ്ങളെയും, നമ്മുടെ കുഞ്ഞുങ്ങളെയും, യുവതി യുവാക്കളെയും, രോഗാവസ്ഥയിൽ കഴിയുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് ഈശോയെ നീ അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി, സ്വരമുയർത്തി, സ്വതന്ത്രമായി
ശക്തമായിട്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. നമ്മളെ മുഴുവനായിട്ട് യേശുവിനെ വിട്ടുകൊടുക്കാം. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകാൻ, അഭിഷേകത്തിന്റെ ദിവസമാകാൻ, ദൈവാനുഗ്രഹത്തിന്റെ ദിവസമാകാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സന്തോഷത്തോടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്ന ഈശോ നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഈശോയ്ക്ക് നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. യേശുവേ, ഞങ്ങളുടെ വേദനകളിൽ നിന്നുകൊണ്ട്, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്നുകൊണ്ട്, കഷ്ടതയിലും പാടുവാൻ പറഞ്ഞ അവിടുത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചന്ദനപൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചന്ദനപൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കും. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് തരുന്ന വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ വൈരികളെ ഒരുക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്വന്തമാക്കണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ബോധ്യവും ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് തരണമേ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ ആരാധന, ആരാധന. കർത്താവിന്റെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ വയലുകളെ ഒരുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയിൽ ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. അധ്യായം 2, 1 മുതലുള്ള വചനം.
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായി പ്രിയ സഹോദരരെ, നമ്മുടെ കൂട്ടായ്മയോട് പങ്കുവയ്ക്കേണ്ട ബോധ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മെയ് മാസമാണ്. പരിശുദ്ധ അമ്മയുടെ ഇടപെടല് നമുക്കറിയാം. നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ച് വ്യക്തിപരമായൊരു ബന്ധമുണ്ട്, ഒരു ഇന്റിമസി, ഒരു വ്യക്തിബന്ധം. കാരണം എന്തെന്നറിയാവോ? നമ്മള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഈശോയുടെ സമീപത്തിലേക്ക് സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് അത്ഭുതകരമായിട്ട് ഈശോ ഇടപെടും. നമ്മൾ ഇന്നത്തെ സുവിശേഷം എത്രയോ തവണ ധ്യാനിച്ചിട്ടുള്ളതാ, എത്രയോ തവണ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. നമ്മള് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചാൽ ഒരിക്കലും മതി വരില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ വേദനകള്, പ്രതിസന്ധികള്, പ്രശ്നങ്ങള് കടന്നു വരാറുണ്ട്. നമ്മളോർക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇതൊന്നും കടന്നു വന്നിട്ടില്ല. നമ്മളൊക്കെ അനുഭവിച്ചതിന്റെ 1000 മടങ്ങ് അല്ലെങ്കിൽ 10,000 മടങ്ങ് മാനസികവും ശാരീരികമായ വേദനയിലൂടെ പരിശുദ്ധ അമ്മ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേദനിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വേദനകള് അത് സ്വന്തം വേദനയായി ഏറ്റെടുത്ത് തന്റെ പുത്രന്റെ കരങ്ങളിലേക്ക് കൊടുക്കാനുള്ള ഒരു അമ്മ മനസ്സ് പരിശുദ്ധ കന്യക മറിയത്തിനുണ്ട്. അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ പതറിപ്പോകാതെ, തളർന്നു പോകാതെ, എന്റെ പ്രതിസന്ധികൾ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ വേദനകൾ, എന്റെ ദുഃഖങ്ങൾ നോക്കിക്കാണുന്ന ഒരു അമ്മ എനിക്കുണ്ട്. ആ അമ്മ എന്റെ ജീവിതത്തിലെ കുറവുകളെ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തന്റെ ഓമന പുത്രന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കൊടുത്താൽ ആ പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടും എന്ന ഉത്തമ ബോധ്യത്തിൽ അമ്മ വഴി ഈശോയുടെ സ്നേഹം വ്യക്തിപരമായി നമുക്ക് അനുഭവിക്കാം. പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലുണ്ടായിരുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, പരിശുദ്ധ അമ്മ ആ കാനായിലെ
ആ വിവാഹ ഭവനത്തില് അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മ ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടെങ്കിൽ, തീർച്ചയായും അമ്മ ഇടപെടും. വചനത്തിൽ ഒരിടത്തും ആ കുടുംബം ചെന്ന് അമ്മയോട് ഞങ്ങളുടെ കുടുംബം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് പറയുന്നില്ല. സ്നേഹമുള്ളവരെ, ആ കുടുംബത്തിന്റെ നീറുന്ന പ്രശ്നം പരിശുദ്ധ അമ്മ നോക്കി കാണുകയാണ്. അപ്പോൾ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങള് നോക്കിക്കണ്ട് തന്റെ പുത്രനോടത് പറയും. ചിലര് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയും, പരിശുദ്ധ അമ്മ തന്നെ മധ്യസ്ഥം വഹിച്ച് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് നിർമ്മിച്ചു കൊടുത്തതാ, അതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി വീഞ്ഞൊക്കെ കുടിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ ഇവിടെ ഇടപെട്ടത്? കാരണം യഹൂദരുടെ വിവാഹ കർമ്മത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വധൂവരന്മാര് ഒന്നിക്കുന്നതിന്റെ അടയാളമായി ദമ്പതികൾ അണിയേണ്ട വിവാഹ മോതിരം ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലി ഒരു കാസയ്ക്കകത്തോട്ട്, ഒരു ചാലീസിനകത്തോട്ട് ഇടും. എന്നിട്ട് അവരെ ഒന്നിപ്പിക്കുന്നതിന്റെ ഒരു പ്രാർത്ഥന ചൊല്ലി ആ വിവാഹ മോതിരം കിടക്കുന്ന കാസയിലേക്ക് വീഞ്ഞ് ഒഴിക്കും. ആ വീഞ്ഞ് അവർ ഒന്നായി എന്നതിന്റെ അടയാളമായിട്ട് അവർ രണ്ടുപേരും ആ വീഞ്ഞ് സിപ്പ് ചെയ്യും. അവര് ചെറുതായിട്ട് കുടിക്കും. അവർ ഒന്നാകുന്നതിന്റെ ബാക്കി അടയാളമായിട്ട് ആ കുടുംബം അവരെ സ്വീകരിച്ചതിന്റെ അടയാളമായിട്ട് ആ ചാലീസ് അവർ പാസ് ചെയ്യും. ആ സമൂഹം അവരെ സ്വീകരിച്ചതിന്റെ അടയാളമായിട്ട് ആ ചാലീസ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. പക്ഷെ അത് പ്രായോഗികമാകില്ല. കാരണം 1000 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 1000 പേർക്ക് അത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ അവർക്ക് വീഞ്ഞ് ആ സമയത്ത് വേറെ അവിടെ വിളമ്പാൻ തുടങ്ങും. അപ്പോൾ മനുഷ്യർക്ക് അതൊരു ബലഹീനത ആയതുകൊണ്ട് അതൊരു സെറമണിയലിന്റെ ഒരു ഭാഗം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ലഹരിയോ മൂക്കുന്നതോളോ അത് ഉപയോഗിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കർമ്മത്തിൽ വീഞ്ഞ് തികയാതെ വന്നാൽ ആ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും എന്നൊരു ട്രഡീഷൻ, എന്നൊരു ചിന്ത ആ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പുതിയതായി രൂപപ്പെട്ട ആ കുടുംബം അവർക്കത് ഇല്ലാതെ വരുമ്പോൾ അവരുടെ ജീവിതകാലത്ത് ഓരോ പ്രതിസന്ധികളും ഓരോ പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അലട്ടുന്ന, ജീവിതം മരണം വരെ അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അയ്യോ, ഞങ്ങളുടെ വിവാഹ ദിവസം വീഞ്ഞ് തീർന്നു പോയത് കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് രൂപപ്പെടുന്ന ആ കുടുംബത്തിന്റെ നേർന്ന പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതൊരു പ്രതിസന്ധി ആകരുത്. അതുകൊണ്ട് പുത്രനോട് പറയുക, മോനെ, നീ ഇടപെട്ടേ മതിയാകും. സ്നേഹമുള്ളവരെ, ഇവിടെ ഈശോയുടെ പ്രതികരണം എന്താ? എന്റെ അമ്മേ, എന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല. വചനത്തിൽ പറയുന്നത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? അതിന് പരിശുദ്ധ അമ്മയെ തള്ളി പറയുന്നവർ ഈ വചനം എടുത്തിട്ട് പറയും, യേശു പരിശുദ്ധ അമ്മേനെ സ്ത്രീ എന്ന് വിളിച്ചു. ഈ സ്ത്രീ എന്ന് വിളിക്കുന്നതിന് പല കാരണമുണ്ട്. എന്താണ്? അതായത് സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയാണ്. ആദ്യ സ്ത്രീയിൽ നിന്ന് പാപം ലോകത്തിലേക്ക് വന്നെങ്കിൽ ഈ എന്റെ അമ്മയാകുന്ന ഈ സ്ത്രീയിൽ നിന്ന് അന്ധകാരത്തിന്റെ അടിമത്തത്തെ ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ ഇതാ ഈ സ്വർഗീയ പിതാവ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്ന ഈ സ്ത്രീയാണ് എന്റെ അമ്മ എന്ന് ഈശോ അടിവരയിട്ട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, തന്നെ ഈ ലോകത്തിലേക്ക് വിട്ട പിതാവായ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമായിട്ടില്ല എന്ന് ഈശോ അടിവരയിട്ട് പറയുമ്പോഴും വേദനിക്കുന്നവരുടെ വേദന അറിയാവുന്ന പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയാണ്. ഈശോ, എന്റെ ചെറുക്കന്റെ സമയമായില്ല, അല്ലായിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഇടപെട്ടേനെ, ഇനി നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്യേ എന്ന് പറയുന്ന മാതാവിനെ അല്ല നമ്മൾ കാണുന്നത്.
എന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും പരിശുദ്ധ അമ്മ പറയുക, എന്റെ പുത്രൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യേ, യേശു പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യേ. നമ്മുടെ നീറുന്ന പ്രശ്നങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയെ സമീപിക്കുമ്പോൾ ഈ അമ്മ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. മക്കളെ, യേശു പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കേ, അവിടുത്തെ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കേ, അവിടുത്തെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കേ, അവിടുത്തെ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കേ. നിങ്ങൾ പതറിപ്പോകില്ല, നിങ്ങൾ തളർന്നു പോകില്ല, നിങ്ങൾ നിരാശരാകില്ല. ഇവിടെ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, എന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വാക്ക് ശ്രമിച്ച് യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്? അതും തന്റെ ആദ്യത്തെ അത്ഭുതം. സ്നേഹമുള്ളവരെ, ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അതായത് പിതാവായ ദൈവമാണ് 10 കൽപ്പനകൾ നമുക്ക് നൽകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന, എല്ലാ കൽപ്പനകളും പ്രധാനപ്പെട്ടതാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ അമ്മ പറയുമ്പോൾ മോന് നോ പറയാൻ പറ്റില്ല, എതിർത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം അത് പിതാവായ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാവുകയാണ്. ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ അമ്മ വഴി ചോദിക്കുമ്പോൾ നമുക്ക് വാരിക്കോരി ഈശോ അനുഗ്രഹങ്ങൾ തരുന്നതിന്റെ രഹസ്യം ഇരിക്കുന്നത്. അതിനാൽ സ്നേഹമുള്ളവരെ, ഈ മെയ് മാസത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചോദിക്കാം. അമ്മ ചോദിച്ചാൽ, അമ്മ വഴി ചോദിച്ചാൽ ഈശോയ്ക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല, എതിര് പറയാൻ പറ്റില്ല. കാരണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിന്റെ പുത്രനാണ് ഈശോ. ആ പുത്രന് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ നൊമ്പരങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരാൻ വേണ്ടി ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മളെ മുഴുവനായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും ഞങ്ങൾ ഇതാ സമർപ്പിക്കുകയാണ്. തപസ് നിയോഗ ആരാധനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച എല്ലാവരുടെയും നൊമ്പരങ്ങള് ഈശോയെ ഞങ്ങൾ ഇതാ സമർപ്പിക്കുകയാണ്. ഓരോ മക്കളുടെയും നൊമ്പരങ്ങൾ വായിക്കുമ്പോൾ, ഓരോ മക്കളുടെയും വേദനകൾ അവർ പങ്കുവയ്ക്കുമ്പോൾ ഈശോയെ, മാനുഷിക ബുദ്ധിക്ക് അതീതമായ നൊമ്പരങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോവുകയാണ്. അവിടുന്ന് ഗെത്സമനയിൽ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന്. കർത്താവേ, ഞങ്ങളുടെയും മക്കൾ അനുഭവിക്കുന്ന വേദനകള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന നൊമ്പരങ്ങള്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനകള് ഇതാ നിന്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ ഇതാ സമർപ്പിക്കുകയാണ്. ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മ ഇതാ ഞങ്ങൾക്ക്, ഞങ്ങളുടെ നൊമ്പരങ്ങൾക്ക് പുത്രനോട് മാധ്യസ്ഥം യാചിക്കുകയാണ്. അമ്മേ മരിയേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ മരിയേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നമ്മുടെ ഓരോരുത്തരുടെയും നീറുന്ന പ്രശ്നങ്ങള് ഏറ്റെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നൊരു ഭാഗ്യവാക്ക് പറയുകയല്ല. നമ്മുടെ വേദനകളിൽ നമ്മളോടൊത്ത് വേദനിക്കുന്ന, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളോടൊത്ത് ദുഃഖിക്കുന്ന, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന തമ്പുരാന്റെ കരുതൽ, സ്നേഹം, പരിപാലനം അതിന്റെ പരിപൂർണതയിൽ അനുഭവിക്കുവാൻ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അതിന്റെ പരിപൂർണതയിൽ അനുഭവിക്കുവാൻ
ഞങ്ങളെ യോഗ്യരാക്കണമേ, ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ദിവസം നിയോഗ ആരാധനയിലേക്ക് ഓരോ മക്കളും തങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ സമർപ്പിക്കുമ്പോൾ നീ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. യേശുവേ, കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ചോദിച്ചത് മക്കൾക്ക് അവിടുന്ന് കൊടുത്തല്ലോ. യേശുവേ, അമ്മ വഴി ഞങ്ങൾ ഇതാ ചോദിക്കുകയാണ്. ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ ഇടപെടണമേ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ഇടപെടണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടണമേ. യേശുവേ, ഓരോ കുടുംബങ്ങളും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവാകുന്ന ആ വീഞ്ഞ് അവർക്ക് നഷ്ടപ്പെടുമ്പോൾ, ആ ലഹരി, പരിശുദ്ധാത്മാവാകുന്ന ലഹരി അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുവാൻ, അവരുടെ വ്യക്തി ജീവിതത്തിൽ അവിടുന്ന് കടന്നു വരണമേ, ഇടപെടണമേ. ആവശ്യങ്ങളിൽ അവിടുന്ന് അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, നമ്മളോട് പ്രാർത്ഥന യോജിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, നമ്മൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കരമുയർത്തി, സ്വരമുയർത്തി, നമ്മുടെ നൊമ്പരങ്ങളെ, നമ്മുടെ വേദനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നീ ഇടപെടണമേ. യേശുവേ, നീ ഇടപെടണമേ. യേശുവേ, 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 യേശുവേ. ആത്മാവിൽ ചേർത്തു പിടിക്കാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ഉള്ളൊന്നു തുറന്നിടാ ആരും വേറെയില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ യേശുവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. തുടർന്നും തപസ് നിയോഗ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അടുത്ത 30 ദിവ്യബലി അർപ്പിച്ച് ആ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഒരു ദിവസം ഉപവാസം എടുക്കുകയോ, അല്ലെങ്കിൽ ഒരു നേരം നോക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പരിത്യാഗ പ്രവൃത്തി ഈശോ പ്രതി വേണ്ടത് നോക്കിയൊക്കെ ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് മാറും. നോക്കുകയും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കുഞ്ഞു പരിത്യാഗ പ്രവൃത്തിയെങ്കിലും ചെയ്ത് നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ലോകത്തിന്റെ മുഴുവൻ വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് മുട്ടുമടക്കാം. 2 കരങ്ങളും യേശുവിലേക്ക് നീട്ടി സ്വതന്ത്രമായി സ്തുതിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, 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 ആരാധന. ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യക്കാരുടെ നാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യക്കാരുടെ നാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വലിയ ത്യാഗത്തിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കാം. ഞാൻ നേരത്തെ ആരാധനയിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ അമേരിക്കൻ സമയത്തുള്ള ഓൺലൈൻ തപസ് 23, 24, 25, അതായത് 23-ാം തീയതി വൈകുന്നേരം, ഇല്ല 24-ാം തീയതി വൈകുന്നേരം അല്ലേ, അതായത് വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങും. വെള്ളി, ശനി, ഞായർ
ദിവസം അതിൽ നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക. ഇന്ത്യൻ ടൈം ആകുമ്പോൾ രാത്രിയിലാണ്, പകല് നിങ്ങൾക്ക് വിശ്രമിക്കാം. ആ പ്രാർത്ഥനയെ നമുക്ക് പരസ്പരം ഓർക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി തുടർന്നും വിശുദ്ധ ബലിയിലച്ചൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ നിങ്ങൾ അമ്മവിടിനെയും നമ്മളെ സഹായിച്ച ആൽബിയുണ്ട്, നമ്മുടെ ജോസഫ് ചെറിയാനച്ചനുണ്ട്, ഇപ്പം നമ്മളെ സഹായിച്ച ആലിനെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെ പരസ്പരം നമുക്ക് കണ്ടുമുട്ടാം. ഈശോ അനുഗ്രഹിക്കട്ടെ.